പഴയ കാലത്ത് നാടൻ തോക്കിൻ്റെ അകത്ത് മരുന്നും വെടിയുണ്ട ഇട്ട് അല്ല ഇരുമ്പിൻ്റെ ഉണ്ടകളും ഇട്ട് നിറച്ചായിരുന്നു നാടൻ തോക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഒരു ഇതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പഴയ തേങ്ങാ ചിരട്ടയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വേലുകാവ് പഞ്ചായത്തിലെ താമസക്കാരനായ ഷെൽഫി വടക്കേമുളഞ്ഞാൽ എന്ന കർഷകൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ പണിത ഈ ഭവനത്തിൽ നിരവധി പുരാവസ്തുക്കളുടെ ശേഖരമുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. നമുക്ക് അതൊക്കെ കാണുകയും അതിനെപ്പറ്റി ചോദിച്ചറിയുകയും ചെയ്യാം. ഷെൽഫി, ഈ വീട് പണിതിട്ട് എത്ര വർഷമായി? വീട് പണിതിട്ട് 14 വർഷം. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 14 വർഷമായി. ഏറെക്കുറെ 2.5 വർഷം എടുത്താണ് ഈ വീട് പണിത് തീർത്തത്. ഏറെക്കുറെ ഇത് 3/4 ഏക്കർ പ്ലേസാണ് ഈ വീട് ഇരിക്കുന്ന സ്ഥലം. അപ്പം ആ 3/4 ഏക്കർ സ്ഥലവും ഈ വീടിന് വേണ്ടി, വീടിൻ്റെ പരിസരത്തിനായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നു. അതായത് 4 കെട്ട് നടുമുറ്റം ആണ് നമ്മൾ പണിതിരിക്കുന്ന വീട്. അപ്പം മൊത്തം ഏറെക്കുറെ ഇത് ചെറിയൊരു കുഴി പോലുള്ള ഭാഗമായിരുന്നു. ഇതിനകത്ത് 800 ലോഡ് മണ്ണടിച്ച് പൊങ്ങിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതായത് 46 ഫില്ലറയിലാണ് ഈ വീട് കുഴിയിൽ നിന്ന് കയറി വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ സമയമെടുത്തു, അതിൻ്റേതായ ചിലവും കൂടി. അങ്ങനെയാണ് 14 വർഷമായി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഇതുപോലൊരു വീട് പണിയാനുള്ള താല്പര്യം തോന്നാൻ കാരണം എന്താ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പന് ഒരു പഴയ കാലത്തൊരു അബ്കാരിയായിരുന്നു. മുമ്പിടി അറിവുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം പറയുമായിരുന്നു, എന്ത് നമ്മൾ ചെയ്യുമ്പോഴും 10 വർഷം ഗ്യാപ്പിട്ട് ചെയ്യണം. 1 വർഷത്തേനോ 6 മാസത്തേനോ അല്ലെങ്കിൽ 2 വർഷത്തേനോ ആയിട്ട് നമ്മൾ ഒരു വർക്കും ചെയ്യരുത്. എന്ത് വർക്ക് ചെയ്താലും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ 10 വർഷം ഗ്യാപ്പിട്ട് ചെയ്യണമെന്ന്. അപ്പം എനിക്ക് അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു വീട് പണിയാനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അപ്പൻ്റെ വാക്കാണ്. കാരണം എനിക്കൊരു 2 വർഷം അല്ല 5 വർഷം കഴിയുമ്പോൾ വീണ്ടും എനിക്കത് പണിയാം. പക്ഷേ അന്നേരം ഞാൻ ആലോചിച്ചാൽ ഇത് പണിയാൻ പറ്റില്ല. അപ്പോൾ കുഴി നികത്തി കുഴിയുടെ മണ്ടയിൽ കയറി വന്ന് തന്നെ പണിയണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ഈ വീട് പണിതപ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിച്ചു, വേറെ ഒരു വീട്ടിലുള്ളതായിരിക്കരുത് എൻ്റെ വീട്ടിലുള്ളത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഓരോ ഡിസൈൻ പോലും ഞാൻ തന്നെ വരച്ചുണ്ടാക്കിയിട്ട് ഓരോ 4 അടി വീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വരം ചെയ്തിരിക്കുന്നത്. എല്ലാവരും വന്ന് ഇത് കണ്ടിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ആർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ വർക്ക് ചെയ്തിരിക്കുമ്പം സാറ് ഉണ്ടായിരുന്നല്ലോ, അകത്ത് ഒരു സ്വിച്ച് ബോർഡ് പോലും നമ്മുടെ ഒരു ടച്ച് അതിൻ്റെ അകത്ത് വരച്ചിട്ടുണ്ട്. അതും ഒരിടത്തും ഇല്ലാത്ത സംഭവം. അതിൻ്റെ അകത്ത് 2 ഫാൻസി ലൈറ്റാണ് കിടക്കുന്നത്. ആ 2 ഫാൻസി ലൈറ്റും ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം വെറൈറ്റി ആയിരിക്കണം, എല്ലാം വ്യത്യസ്തമായിരിക്കണം, വേറെ ഒരിടത്തും ഉള്ളതായിരിക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇതുപോലൊരു മീൻ വളർത്താനും അതുപോലെ ഇവിടെ വന്നിരിക്കാനും അതുപോലെ ഒരു ഏറുമാടും ഇതെല്ലാം ഡിസൈൻ ചെയ്ത് തന്നെ ഷെൽഫി തന്നെയാണോ? എല്ലാം തന്നെ ഡിസൈൻ ചെയ്ത്. അത് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു മൊത്തം അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അതുമല്ല, നമുക്ക് അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശുണ്ടെങ്കിൽ ഏത് ഡിസൈനിലും ആൾക്കാർ വരയ്ക്കാനും ഉണ്ടാക്കാനും ആളുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തമായ ഒരു വീട് നമ്മുടെ ഐഡിയയ്ക്ക് പണിത് നമ്മുടെ രീതിയിൽ താമസിച്ചാൽ മാത്രമേ നമുക്ക് സുഖമുള്ളൂ. അല്ലെങ്കിൽ അത് കാശ് നമ്മൾ എന്തെങ്കിലും മുടക്കുന്നു. ആ കാശ് മുടക്കുമ്പോൾ വേറൊരാൾ അയാളുടെ ഐഡിയയ്ക്ക് ഒരു വീട് പണിത് വരികയാണ്. ആ വീട്ടിൽ നമ്മൾ താമസിക്കേണ്ടത്. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കണം. എനിക്ക് ലൈഫിൽ ഒരു താമസമുള്ളൂ, ഒരു ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ എനിക്ക് എൻ്റെ വീട്ടിൽ എന്നൊക്കെ വേണോ അത് വേണം എന്ന് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു. അതിനനുസരിച്ചാണ് വീടിൻ്റെ പരിസരത്തും എല്ലാ മുക്കിലും മൂലയിലും. ഇപ്പോൾ ഒരു ആശാരി ഒരു കാര്യം ചെയ്യുന്നു, അപ്പോൾ മെയിൻ ആശാരി ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പൽസറി പറയും, ഞാൻ ആ പൈസ തരുന്ന ഇന്ന ഡിസൈനിൽ തന്നെ പണിയണം. ആശാരിയെ മാറ്റുന്നതിന് നമ്മൾ അന്നേരം ഒരു മയോ അല്ലെങ്കിൽ മാറ്റും തന്നെ തീർത്ത് പറയുന്നില്ല. നമ്മൾ ഡിസൈൻ കൊടുത്താൽ അത് തന്നെ പണിയണം. കാരണം കാശ് മുടക്കുന്നത് നമ്മളാണ്. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ ആ വീട്ടിൽ താമസിക്കും. ഇത്രയും പണിത് വെച്ചിട്ട് ഇത്രയും വീട് പണിത് എല്ലാം കഴിഞ്ഞ് അവസാനം നടത്തിയിട്ടും എനിക്ക് ഒരിടത്തും ഒരു കുറവ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൊളിക്കണം, കുറച്ച് കഴിയുമ്പോൾ മറിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുറവ് ഇന്നത് ഇവിടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു, അങ്ങനെ ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇപ്പം പോലും പണിതപ്പം ഞാൻ കമ്പിന് വരച്ച് ഡിസൈൻ ഇട്ട് കൊടുത്തിട്ട് അത് JCBക്ക് മാന്തിയിട്ട് അത് എൻ്റെ ഒരു മേശരിയെ കൊണ്ട് തന്നെ ഇരുന്ന് പണിയിപ്പിച്ചെടുത്തതാണ്. നമ്മൾ തന്നെ നിർത്തി പണിപ്പിച്ച, അല്ലാണ്ട് കോൺട്രാക്ടർ കൊടുക്കുമല്ലേ? ഒന്നും കോൺട്രാക്ടർ ഇല്ല. ഫുൾ വർക്ക്. അതിനകത്ത് സമയമോ പൈസയോ പ്രശ്നമല്ല. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ എനിക്ക് എഞ്ചിനീയറിംഗ് വർക്ക് അറിയില്ല. കറക്റ്റ് സിമെൻറ്റും തീര് വേണം, കമ്പിയും തീര് വേണം, അതിൻ്റെ താങ്ങും തീര് വേണം, ബീമും തീര് വേണം, ഇതെനിക്കറിയത്തില്ലായിരുന്നു. അതിന് ഞങ്ങൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെ ഞാൻ കൊടുത്തു. വാർത്ത് കഴിഞ്ഞ അന്നോടെ ഞങ്ങൾ തമ്മിൽ ഇടപാട് തന്നു. പിന്നെ ഒരു തേപ്പോ അതിനകത്ത് ആ നടുമുറ്റത്തെ വള്ളം വെച്ചിരിക്കുന്ന ഭിത്തി പോലും ഞാൻ ആ വള്ളം കൊണ്ടുവന്ന് വെച്ചാണ് പണിതിരിക്കുന്നത്. അതുപോലെ ഓപ്പൺ കിച്ചൻ്റെ ഡിസൈനും ഞാൻ തന്നെ വരച്ചിട്ട് കൊടുത്ത് അതിന് ഡിസൈൻ ചെയ്തു. അതിന് മണ്ടയിലൊരു ഗ്ലാസ് കൂടാറുണ്ട്, അതും ഞാൻ
വരച്ചിട്ട് കൊടുത്ത് അന്നേരം ആശാരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതുപോലെ നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോക്കകത്ത് കാണുന്നുണ്ടൊരു എന്നാ ഇലക്ട്രിക് ചിമ്മിനിയുടെ ഒരു ഭാഗം. അത് ഇങ്ങനെ ഒരു കട്ട് നമ്മൾ കണ്ടു, എന്താണെന്ന് നമ്മൾ ചിന്തിച്ചില്ലല്ലോ. പക്ഷേ അതിൻ്റെ ആ ഓസ് പോയതാണ്, ഓസ് മറച്ചിരിക്കുന്നതിനകത്ത്. അത് തന്നെ ഒരു ഡിസൈനായിട്ട് ചെയ്തു. ആർക്കും ആ ചിമ്മിനിയുടെ ഓസ് കണ്ടില്ല, പക്ഷേ അതിൻ്റെ അകത്തൊരു ഓസ് കണ്ടിട്ടുണ്ട്. ആ ഓസ് മറയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഡിസൈനാണ്. ഇതൊരു മീൻകുളം അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത പോലെ തോന്നുന്നുണ്ടല്ലോ, ഒരു ഇതിന് തന്നെ ഒരു പ്രത്യേകത. നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതായത് ഒരു പരുന്ത് പറന്ന് നിൽക്കുന്ന ഒരു ഫീലിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതായത് രണ്ട് എൻഡും ചിറകിൻ്റെ സൈസ് വളവ് പോലെ വളച്ചും ഇതിൻ്റെ സെൻറ്റർ ബോഡിയുടെ ഭാഗത്താണ് നമ്മൾ ഈ പാലം കൊടുത്തിരിക്കുന്നത്, കവറിങ് പാലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നേരെ നോക്കുമ്പോൾ എന്തോ ഒരു പറന്ന് നിൽക്കുന്ന പോലെ അല്ലേ, പരുന്ത് പറന്ന് നിൽക്കുന്നത്. ഇങ്ങനെ രണ്ട് ചിറകടിച്ച് പറന്ന് നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ഏറെക്കുറെ 7 അടി താഴ്ചയുണ്ട്, സൈഡിൽ ഏറെക്കുറെ 2.5 അടി താഴ്ചയുള്ളൂ. സെൻറ്ററിൽ ഇത് കൂടെ നിലയില്ല അല്ലേ? അതെന്നാ കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന മീനിനെ വളർത്തുമ്പോൾ മീനിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വെള്ളം കുറഞ്ഞ മുട്ടയിടുകയോ അതുപോലെയൊക്കെ സംഭവിക്കും. വെള്ളം കുറഞ്ഞ സ്ഥലം വേണം, വെള്ളം കൂടിയ സ്ഥലം വേണം. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് അതങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പരിസരവും വീടിൻ്റെ അകവും ഓരോ മുക്കിലും മൂലയിലും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ടച്ചിനും ഒരു കഥയുണ്ട്. അതായത് ഈ ഗാർഡൻ്റെ ഭാഗം ഇത് പൂവില്ലാത്ത ഗാർഡനായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. വൈഫിൻ്റെ നിർബന്ധം കൊണ്ട് ഒരു ചെടി കൊണ്ടുപോയി ഞാൻ വെച്ച്, അല്ലാതെ ബാക്കി മുഴുവൻ പുൽമേടുകളാണ്, മുട്ടക്കുന്നുകളാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ് കുഴിഞ്ഞു മറിഞ്ഞ് ഒരു ലെവലും ഇല്ലാതെ ഞാൻ 3 മാസം 6 മാസം ഏറെക്കുറെ ഇവിടെ പടിയലിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടാക്കിയത് അല്ലേ? ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടാക്കിയത്, ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയെടുത്തത്. കാരണം ഒരു രീതിയിലും അല്ലാത്തൊരു ഷേപ്പിലായിരുന്നു ഇത് നിന്നിരുന്നത്. അപ്പോൾ ആ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോൾ ആ ബെഞ്ചിനാണേലും 4 സൈഡിലും നമുക്ക് ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഓരോ പ്ലേസ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഞ്ച് പോലും അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതൊരു കോൺക്രീറ്റ് ബെഞ്ചാണ്, ഇത് തടി ഒട്ടിച്ചിരിക്കുകയാണ്. തടി ഒട്ടിച്ചേക്കും അല്ലേ? അപ്പോൾ അതുമാത്രമല്ല, സാറിന് നമ്മളിങ്ങനെ ഒരു ബെഞ്ച് കണ്ടാൽ ഇവിടെ ഒരു ചാര് കാണും. അത് എല്ലാവരുടെയും അവിടെ ഉള്ളതാണ്. പക്ഷേ നമ്മളത് കൊടുക്കാതെ ഈ രീതിയിലൊരു ബെഞ്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. പ്ലെയിൻ ആയിട്ടൊരു ബെഞ്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് പ്ലെയിൻ ആയിട്ടിരിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് തടി ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് കോൺക്രീറ്റ് ആണെന്ന് ആർക്കും തോന്നുന്നില്ല. ഇത് പഴയ കാലത്തെ വില്ലുവണ്ടി എന്ന് പറയും, അതായത് കുതിരവണ്ടിയാണിത്. എനിക്കിതിനെ ഒരു വീട് വന്നപ്പോൾ ഒരു ക്രൈസ് തോന്നിയിട്ട് ഞാനിത് പൊള്ളാച്ചിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. 100 വർഷം പഴക്കമുള്ള ഇതാണ്. അതിൻ്റെ ഉരുപ്പിടികളെല്ലാം തേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, അന്നത്തെ കാലത്തും ഈ പ്ലേറ്റും കാര്യങ്ങളും ലോഡ് കയറാനും അല്ല വണ്ടി ആളെ വലിക്കാനും ഒക്കെ ആയിട്ട് അതിന് പ്ലേറ്റും കാര്യങ്ങളും ഇന്നത്തെ കാലത്തല്ല പ്ലേറ്റുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ പ്ലേറ്റിൻ്റെ സാങ്കേതിക വിദ്യ പഠിച്ചിരുന്നു. പിന്നെ ഇതും മണ്ണിൽ ഉരയുമ്പം ഇത് തേഞ്ഞു തീർന്നു പോകാതിരിക്കാൻ റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്തെ ടയറ് ആ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് തേഞ്ഞു തീർന്നോ നശിച്ചോ പോകുന്നില്ല, കാറ്റടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രം. അന്നേരം സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും, ഒച്ചയും കേൾക്കാന. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തേയ്മാനത്തിനനുസരിച്ച് മാറിയാൽ മതിയായിരിക്കും അല്ലേ? മാറിയാൽ മതി. അങ്ങനെ പെട്ടെന്ന് അത് ചെയ്യാതെ നല്ല കട്ടി ആണ് അത് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടാണ്. ഇതെല്ലാം തേക്കിൻ്റെ ഇതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആളുകൾ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നല്ലേ? യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വില്ലുവണ്ടി. വില്ലുവണ്ടി പഴയ കാലത്തെ കതിര് കൊണ്ട് അല്ലേ? നെല്ലിൻ്റെ കതിര് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് 1-2 കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ അത് ഉണ്ടാക്കുന്നുള്ളൂ. ഇത് നെല്ല് വിളഞ്ഞ ഒരു പകുതി മൂപ്പാകുമ്പോൾ നെല്ല് കൊയ്തതിന് ശേഷം അതൊരു പ്രത്യേക അവസ്ഥയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ വള്ളികൾ കൊണ്ട് തന്നെയാണ് ഇതിനെ കെട്ടി ഉറപ്പിക്കുന്നത്. ഇത് പോകത്തില്ല, പൊഴിഞ്ഞു പോകും. നെല്ല് പൊഴിയല. അതൊരു പ്രത്യേക രീതിയിലൊരു പുഴുങ്ങി ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അത് ആ അവസ്ഥയിൽ തന്നെ നിൽക്കും, അങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. ഇതിപ്പോൾ 14 വർഷം കഴിഞ്ഞാണ്. അത്രയും വർഷമായതല്ലേ? പിന്നെ ഇതിൻ്റെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാരുകൾ കൊണ്ട് തന്നെയാണ് ഇതിന് വള്ളി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊട്ടിയാണ്, ഇതിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അത് പൊട്ടിയാണ് സാറിന് ഇത് നശിച്ചു പോകുന്നത്. അത് നശിച്ചു പോകുന്ന എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തോടെ ഒരു പിച്ചളക്കമ്പി കയറ്റി ഇതിനകത്തൊരു തട കൊടുത്ത് അവിടെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ആ പിച്ചളക്കമ്പി മുകളിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ വള്ളിയല്ല നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 14 വർഷമായിട്ട് നിൽക്കുന്നത്. വീടിൻ്റെ പല ഭാഗങ്ങളും പുരാവസ്തു കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അല്ലേ? ഇതൊരു നല്ല ഡെക്കറേഷൻ ആണല്ലോ. ഇത് ഞവരിപ്പലക എന്ന് പറയും. അതായത് പഴയ കാലത്ത് കണ്ടം കൂട്ടി വിതയ്ക്കുന്നതിന് മുമ്പ് ചെളിയെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം അത് ചെളി ലെവൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ലെവൽ ചെയ്തില്ലെങ്കിൽ കണ്ടം വിതച്ച് നെല്ല് വിതച്ച് കഴിയുമ്പോൾ ഈ ചവിട്ടുപാട് ആളുടെയും മനുഷ്യൻ്റെയും ചവിട്ടുപാട് കുഴികൾ വരും. ആ കുഴികളിൻ്റെ അകത്തോട്ട് ചെളി അടിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേനും
നമ്മൾ വിതയ്ക്കുന്ന ഇതിനടിയിൽ പോകും. അപ്പം അത് മുളച്ച് വരാതെ വരും. അപ്പോൾ അതിന് വേണ്ടി ഇതിന് മുമ്പ് തന്നെ ഇവന് ഈ ഞവരിപ്പലക ഉപയോഗിച്ച് കാളയുടെ പുറകിൽ കെട്ടി അതിനെ കറക്റ്റ് ലെവൽ ചെയ്ത് ചെളി ഒരേ ലെവലാക്കും. ആ ലെവലാക്കി ചെളി ഊറിയതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് വിതയ്ക്കുന്നത്. അന്നും വിതയ്ക്കില്ല. കാരണം അന്നും വിതച്ചാലും ഈ ഊറുന്ന ചെളിയുടെ അടിയിലായി പോവും വിത്ത് അടിയിൽ പോവും. അപ്പോൾ അത് ലെവൽ ചെയ്തതിന് ശേഷമാണ് വിതച്ചിട്ടുള്ളത്. അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഞവരിപ്പലക എന്ന് പറയും. പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഞവരിപ്പലക എന്ന് പറയും. അതിൻ്റെ ആ മുകളിലിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഞവരിപ്പലക കെട്ടാൻ ഉപയോഗിക്കുന്ന രണ്ട് കാളയുടെയും കൂടെ തോളയിൽ വെക്കുന്ന നുകം എന്ന് പറയും. നമുക്ക് നുകം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് നുകം എന്ന് പറയുന്ന സാധനം. ഇത് ജലചക്രം എന്ന് പറയും. പഴയ കാലത്ത് മോട്ടറോ കാര്യങ്ങളോ ഒന്നും കണ്ടത്തിൽ വെള്ളം മോട്ടർ ഉപയോഗിച്ച് ചവിട്ടി കയറ്റാൻ ഇല്ലായിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് കണ്ടത്തിലേക്ക് സൈഡിലെ തോടുകളിൽ നിന്നും ബാക്കി കനാലുകളിൽ നിന്നെല്ലാം വെള്ളം കണ്ടത്തിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത് ഈ ജലചക്രം ഉപയോഗിച്ചാണ്. അതൊരു ഇത് കൂട്ടൽ, അതായത് കമ്പി പൊസിഷനിൽ പിടിപ്പിച്ചതിന് ശേഷം അതിൽ ചവിട്ടി തള്ളുമ്പോൾ ഈ വെള്ളം കണ്ടത്തിലേക്ക് തള്ളി കയറുകയായിരുന്നു. അങ്ങനെയായിരുന്നു വെള്ളം മോട്ടറിന് പകരം. പഴയ കാലത്ത് മോട്ടറിന് പകരം. അതെ. അത് പിന്നെ നമ്മുടെ ഈ നമ്മളിപ്പോൾ 1 ലിറ്ററിൻ്റെ പമ്പ്, കയ്യിൽ പമ്പ് കാണാമല്ലേ, ആ കൈപ്പമ്പ് മരുന്നടിക്കുന്നത്. അതിൻ്റെ പഴയ പിച്ചള മോഡൽ. ഇത് കൂടാണ്, പമ്പാണല്ലേ? പമ്പ പഴയ പിച്ചള മോഡൽ. അന്നെടുത്തേ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ഇതാണ്. പമ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് തുറന്ന് വെച്ച് ഇതിനകത്ത് ഇത് വർക്കിംഗ് ആണ്. സ്പ്രേ പിച്ചള പമ്പ്. ഇത് പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണിത്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഉപയോഗിക്കാതിരുന്ന പൊടി പിടിച്ച് പോയെന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്രോൾ മാക്സ്, അതായത് ഇതിൻ്റെ അകത്തൊരു മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഒരു ഫിലമെൻ്റ് പോലെ ഒരു ഇതാണ്, അത് ആണ് കത്തുന്നത്. ഇത് പഴയ ഫോണ്. ഇത് വിത്തേറ്റി പലക എന്ന് പറയും. ഈ പലക കാലത്ത് നമ്മുടെ മമ്മട്ടി തുമ്പ പോലുള്ള ഒരു പലകയാണ്. ഇത് മമ്മട്ടി തുമ്പ പോലുള്ള ഒരു ഷേപ്പിൽ പലക കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഈ തടി അതായത് തൂമ്പയുടെ കൈ പോലെ തന്നെ. ഇത് എന്നത്തിനാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, പഴയ കാലത്ത് നെല്ല് പുഴുങ്ങി കളത്തിലിട്ട് കഴിയുമ്പോൾ ഓടിച്ചെന്ന് നമുക്ക് നിരത്തത്തില്ല. അന്നേരം നിരത്താൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്തും പോകും. കാരണം കൂടിക്കിടക്കുമ്പോൾ പുഴുങ്ങിയ സാധനം പുഴുങ്ങാവുള്ളൂ, വേഗരുത്. അപ്പം കറക്റ്റ് പാകത്തിനായിരിക്കും നമ്മൾ കളത്തിൽ കൊണ്ടുവരുന്നത്. ആ സെക്കൻഡിൽ തന്നെ നിരത്തിയില്ലെങ്കിൽ അത് വെന്തും പിന്നെ അത് നമുക്ക് ക്ലിയർ അരിയായിട്ട് കിട്ടുക. അപ്പം അതിനു വേണ്ടി അന്നേരം തന്നെ നിരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലക കൊണ്ടുള്ള ഒരു മമ്മട്ടി തൂമ്പയാണ്. അതിന് വിത്തേറ്റി പലക എന്നാണ് പറയുന്നത്. വിത്തേറ്റി പലക. എവിടെയെങ്കിലും ഈ ഡിസൈൻ കണ്ടുള്ളൂ. ഈ വാതിലിൻ്റെ ഈ ഡിസൈൻ നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വാതിലിന് ഇതുപോലൊരു ഡിസൈൻ ഇടുമ്പോൾ ഒന്നെങ്കിൽ ശൂലം, അല്ലെങ്കിൽ കുരിശ്, അതുപോലുള്ള ഡിസൈനുകൾ മാത്രമേ ഉള്ളായിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഇപ്പം ഞാൻ നോക്കിയപ്പം കുരിശിൻ്റെ ആ ഡിസൈൻ എനിക്ക് ഇതിൻ്റെ അത് വെക്കുന്നതിൻ്റെ ഒരു സൂട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ ശൂലം തന്നെ മേടിച്ചു. ഞാൻ ആ ശൂലം ഈ ഷേപ്പിലാക്കി. ഈ ശൂലത്തിൻ്റെ ഈ 2 പീസ് ഇത് ഇവിടെ നിന്നുള്ള പീസാണ്. ഞാനത് വെട്ടി തിരിച്ചു വെച്ചത് ഡിസൈൻ മാറ്റി. ഇപ്പോൾ ശൂലമല്ല, കിരീടമായി. കയറി വരുന്നതേ ഒരു വള്ളം അല്ലേ? വള്ളം ഒറിജിനൽ തടിയല്ലേ? ഈ വീട് ഉണ്ടാക്കിയപ്പോൾ തൊട്ടായും തൊട്ട് നമ്മൾ എന്താണേലും ഒരു വെറൈറ്റി എല്ലാ ഭാഗത്തും നമ്മൾ കീപ്പ് ചെയ്തിരുന്നു. അപ്പം ഈ മെയിൻ സ്വിച്ച് ബോർഡ്, ഒരു നല്ല വീട് പണിയുമ്പോൾ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10, 40,000, 30,000, 50,000 രൂപയൊക്കെ ആവും. 10, 15, 20 സ്വിച്ചുള്ളത്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫർണിച്ചറെല്ലാം ഇവിടെ പണിതാണ്. ആ ഫർണിച്ചർ പണിതതിൻ്റെ കൂടെ പണിതപ്പോൾ അതിൻ്റെ വേസ്റ്റ് എടുത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു കേട് വന്നൊരു ഈട്ടിത്തടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ TV സ്റ്റാൻഡിന് വേണ്ടി 2 പീസ് കണ്ടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ബാക്കി എടുത്ത് ഞാൻ ഇത് പൊത്തുപോലും അടയ്ക്കാതെ അതേപടി നാച്ചുറലായിട്ട് ഞാൻ വെക്കുകയത്. ഇത് 100 രൂപ ഹാവൽസിൻ്റെ സ്വിച്ച് മേടിച്ച് വെച്ചപ്പോൾ എനിക്ക് സ്വിച്ച് ബോർഡ് തോന്നും. അതായത് ആകെ ഇത്രയും തുകയെ മുടക്കായോ. പക്ഷേ നല്ലൊരു വെറൈറ്റിയാണ്. നല്ല വെറൈറ്റിയാണ്. ഇത് തന്നെയാണ് ഇവിടെ കാണാൻ ഭംഗി അല്ലേ? അതിൻ്റെ വേറൊരു ഭാഗം.
ഒരേ തടിയുടെ രണ്ട് പീസ്. രണ്ട് പീസ്. ഈ രണ്ട് പീസ് ടി വി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ എടുത്തോണ്ട് പോയതാണ്. അപ്പോൾ അത് ഇത് വേസ്റ്റ് ആയിട്ട് കളഞ്ഞിരുന്ന അതുപോലെ എല്ലാം തടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ബോക്സുകളും തടിയാണ്. നമ്മൾ പഴയ കാലത്ത് പിച്ചള പാത്രത്തിലായിരുന്നു ചോറിനുകൊണ്ടിരുന്നത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പിച്ചള പാത്രമായിരുന്നു, അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമാണ് ഈ പിച്ചള പാത്രം. പഴയ കാലത്ത് എല്ലാത്തിനും പിച്ചള പാത്രമായിരുന്നു. സ്റ്റീലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു ആ കാലത്ത്. കുപ്പിയോ കോപ്പയോ ഉണ്ട്, എങ്കിലും കൂടുതലും പിച്ചളയായിരുന്നു യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അന്നേരം ഉപയോഗിച്ചിരുന്നത് പിച്ചള ഗ്ലാസ് കൊണ്ടുള്ള ഗ്ലാസ് പഴയ കാലത്തുള്ളതാണ്. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന സ്പൂൺ ഇതാണ് പിച്ചള സ്പൂൺ. പിന്നെ ഇതെന്ന് പറയുന്നത് ചങ്ങഴി എന്ന് പറയും. പഴയ കാലത്ത് നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അരി ഇളക്കാനും, അതായത് നമ്മൾ അരി ഇളന്നെടുത്ത് ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് അളവ് പാത്രം ചങ്ങഴി എന്ന് പറയും. അത് ഒറ്റ തടിയെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നു. അത് തടിയാണല്ലേ? ഒറ്റ തടിയിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചങ്ങഴി എന്ന് പറയും. ചങ്ങഴി എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ അങ്ങനെയുള്ള അളവ് അറിയത്തില്ല. പഴയ കാരണന്മാരൊക്കെ കറക്റ്റാണ്. ഇതൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പൂജയ്ക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കുടങ്ങൾ, ചെറിയ കുടങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ്. ഇതെല്ലാം പിച്ചളയെ തന്നെയാണ്. ചുണ്ണാമ്പ് തൂതാന്ന് പറയും. പഴയ കാലത്ത് ചുമ്മാ അല്ലാതെ വെച്ചിരുന്നത്. ചുണ്ണാമ്പ് ഒരു ഇതുപോലുള്ള കുടം പോലുള്ള സാധനത്തിനകത്ത് വെച്ച് അതിൻ്റെ അകത്ത് ഒരു ചങ്ങലയൊക്കെ വെച്ച് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ചുണ്ണാമ്പ് നമ്മൾ ഇതുകൊണ്ട് തൂത്തെടുക്കുന്നു. തൂത്തെടുത്തിട്ട് വെറ്റില തട്ടുന്നു. അതിനുശേഷം ഇത് അവിടെ വെക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇതിൻ്റെ അത് ഉണങ്ങിപ്പോകുന്നില്ല. കാരണം ചുണ്ണാമ്പ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വെള്ളം വരും, ആ സെക്കൻഡിൽ തന്നെ അത് ഉറഞ്ഞു പോകും, കട്ടയായി പോകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് കറക്റ്റ് സൂട്ടായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇതുമായിട്ട് ഒരു തുള്ളി കുറഞ്ഞു പോകുന്നത്, ഒരു മാസം ഇല്ലാത്ത ചുണ്ണാമ്പ് ഇരുന്നാൽ അത് ഉപയോഗിക്കാനും എളുപ്പമായിരുന്നു. അത് ഇങ്ങനെ നിരന്ന് കിടക്കുകയില്ല. അത് അതിൻ്റെ അകത്തൊരു പൊടിയോ കാര്യങ്ങളോ ഒന്നും വിടാതെ സേഫായിരുന്നു. ഇത് മുമ്പ് നമ്മൾ റാത്തൽ കല്ലുകൾ കണ്ടില്ലേ, 7 കിലോ 10 കിലോ ഒക്കെ അവിടെ ഇരിക്കുന്നു. അതിന് ശേഷം താഴെയുള്ള റാത്തൽ കട്ടികൾ എന്ന് പറയും. നമ്മളിപ്പം തൂക്കാൻ ഉപയോഗിക്കുന്ന റാത്തൽ കട്ടികൾ. അത് പല ഓരോ കിലോ ഉണ്ടല്ലേ, പല കട്ടികളാണ്. അത് എത്രയാ? 4 കിലോ 8 കിലോ. അതിൻ്റെ റാത്തൽ കണക്കാ, കിലോ കണക്കല്ല. അതിൻ്റെ കണക്ക് നമുക്ക് എനിക്കറിയില്ല. ഇങ്ങനെ തിരികല്ലേ, കാരണം ഇത് തിരിയുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് പഴയ കാലത്ത് ഉഴുന്ന് പരിപ്പായിട്ടല്ലായിരുന്നു കിട്ടുന്നത്. ഉഴുന്ന് നമ്മൾ കടല പോലെ രണ്ടും കൂടി ജോയിൻ്റ് ആയിരുന്നു. അത് പൊട്ടിച്ച് പരിപ്പാക്കി എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഉഴുന്നിട്ടുള്ളൂ. ഇതിങ്ങനെ കറങ്ങി കഴിഞ്ഞിട്ട് പാൻപ കറങ്ങുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ പൊട്ടി പുറത്ത് വരും. നമ്മളെന്തായാലും എവിടെ ഇട്ട് കൊടുക്കുന്നത്? ഇതിനകത്തൂടെ സെൻറ്റർ അവിടെ ഇട്ട് കൊടുത്താൽ അതിലൂടെ ഇറങ്ങി അപ്പോൾ ഇത് കറങ്ങി കുഴിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആവശ്യം ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി ചെല്ലും. അപ്പോൾ ഒരു ഉഴുന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിന് ഫ്രീ ആയി. പിന്നെ ഫാൻ കറങ്ങുന്നത് ഈ എല്ലാ സൈഡിൽ കൂടെ ഇങ്ങനെ പൊട്ടി വീണുകൊണ്ടിരിക്കും. അതാണ് തിരികല്ലിൽ നിന്ന്. അത് റാത്തൽ കല്ലുകൾ. ഇത് പഴയ കാലത്ത് തൂക്കാൻ കല്ലുകളാണ് റാത്തൽ കല്ലുകൾ എന്ന് പറയും. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഇതൊരു 7 കിലോയുടെ കല്ലാണ് റാത്തൽ കല്ല്. 7 കിലോ. ഉപ്പുവാറ എന്ന് പറയും. ഉപ്പുവാറ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഉപ്പ് ഉപയോഗിക്കാൻ പറ്റിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ആ സമയത്ത് ഇതിൻ്റെ അകത്ത് ഉപ്പ് കലക്കി വെള്ളമായിട്ടായിരുന്നു വരുന്നത്. ഒഴിച്ചിടും. അപ്പോഴത്തേനും വീട്ടിൽ ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപ്പ് വന്ന് നോക്കുന്ന ഒരു ഹരാവസ്ഥയിലാണ് നോക്കുന്നത്. അവർക്ക് കിട്ടുകയില്ലായിരുന്നു. അന്നത്തെ കാലത്ത് തടി കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിരുന്ന ഇതുപോലുള്ള സംഭവം ഉപ്പുവാറകളുണ്ടാക്കി അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ഉപ്പ് കലക്കി വെള്ളമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പം വെള്ളം കിടക്കുന്നതായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കേസെടുക്കുമായിരുന്നു. ഇത് നമ്മൾ എന്ന് പറയും. നമ്മൾ പഴയ കാലത്ത് നെല്ല് കാര്യങ്ങളൊക്കെ ഇളക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ്. അത് ശരിക്കും തടിയെ കൊത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തടിയാണോ? അത് തടിയെ കൊത്തി ഉണ്ടാക്കിയിട്ട് മുകളിൽ പിച്ചള ചുറ്റും താഴെ പിച്ചള ചുറ്റും കൊടുത്താണ് ഇത് ഉണ്ടാക്കിയത്. പഴയ കാലത്ത് അങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. പറ എന്ന് പറയും, നെല്ലിളക്കാൻ ഉപയോഗിക്കും. അത് നമ്മൾ മുറുക്കി തുപ്പൽ കൊളാമ്പി എന്ന് പറയും. അതെല്ലാം ഈ ചെമ്പല്ലേ? അതെല്ലാം പിച്ചള. അത് പഴയ കാരണവന്മാരെ ഏറ്റു പോകാൻ പറ്റുകയില്ലാഞ്ഞിട്ട് അവരുടെ ചാരി മസാലയുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കോളാമ്പി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം മാത്രമേ അത് ക്ലീൻ ആക്കുള്ളൂ. അതുവരെ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പിന്നെ മുറ്റത്ത് മുഴുവൻ തുപ്പൂല്ലേ, ആ ഒരു സാഹചര്യം. ഇത് നമ്മുടെ പഴയ കാലത്തെ ത്രാസാണ്. അതായത് സ്വർണം തൂക്കുന്ന ത്രാസ്.
സ്വർണം തൂക്കുന്ന ത്രാസ് ഇപ്പം മുഴുവൻ ഡിജിറ്റലും ബാക്കി സൗകര്യങ്ങളും എല്ലാം ആയി. ഇപ്പോൾ അതിന് സ്വർണം തൂക്കാൻ അന്ന് ഉപയോഗിച്ചിരുന്നത് ത്രാസുകളാണിത്. എൻ്റെ കട്ടികളും എൻ്റെ കട്ടികളും ചെറിയ കട്ടി തൊട്ട് ഈ നൈസായ കട്ടി വരെ ഉണ്ട്. അത് എത്ര? എൻ്റെ അളവ് എനിക്കറിയത്തില്ല. ഗ്രാമൊന്നും കാണില്ല, ഗ്രാമൊന്നുമില്ല. അതിനൊക്കെ മില്ലി എന്നൊക്കെ പറയുന്ന അളവ്, അതായത് ഇതൊക്കെ മില്ലി എന്ന് പറയുന്ന അളവുകളാണ്. അത് കൃത്യമായിരിക്കും തൂക്കം അല്ലേ? അതെല്ലാം അന്നത്തെ കാലത്ത് അതാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചെല്ലാം ഡിജിറ്റലായി. ഓരോ കട്ട വെച്ച് ഓരോന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഒരു 30 വർഷം മുമ്പൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അല്ലേ? 30 വർഷത്തിന് മുമ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബാങ്കുകളിലൊക്കെ കാണായിരുന്നു. ബാങ്കുകളിലുണ്ടായിരുന്നു, ബാക്കി ചെറിയ ചെറിയ സ്വർണ്ണക്കടകളിലെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പുതിയത് വന്നപ്പോഴത്തേക്കും ഡിജിറ്റൽ യൂത്തിലേക്ക് മാറി. ഞങ്ങൾ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു എക്സിബിഷൻ ഒരിടത്ത് കാണിച്ചു കഴിയുമ്പോഴത്തേനും ഒരു ഹൈസ്കൂളിൽ കാണിച്ചു കഴിയുമ്പോൾ ഇവിടെ 100 ചില്ലാനം ഐറ്റം വെച്ചിട്ടും പിള്ളേർക്ക് ഏറ്റവും ആകർഷണം ഉണ്ടായ ഒരു ഐറ്റമാണിത്. കാരണം അവർ കണ്ടിരിക്കുന്ന ടച്ച് ഫോണ്, ഈ ഞെക്കുന്ന ഫോണുകൾ, ഇതൊക്കെയാണ് അവർ കണ്ടിരുന്നത്. ഇതുപോലുള്ള ഇത് എങ്ങനെയാണ് ഡയൽ ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ ഈ കറക്കുന്ന ഒരവസ്ഥ, കറക്കി വിടുന്നത്, ഈ കറക്കുന്ന ഒരവസ്ഥ അവർ കണ്ടിട്ടില്ല. കറക്കിയ ഫോൺ കണ്ടിട്ടില്ല. ഇതിപ്പം ഉപയോഗിക്കാതിരിക്കുന്നത് പൊടികേറിയിരിക്കുന്നുണ്ട്. റിട്ടേൺ പോണതും അല്ലേ? ആമാടപ്പെട്ടി. ഇതിനകത്ത് പണ്ട് ആളുകൾ സ്വർണം, അതായത് നമ്മൾ പെണ്ണുങ്ങളെയൊക്കെ കെട്ടിച്ചു വിടുമ്പോൾ സ്വർണം കൊടുത്തു വിടുന്നത് ഇതുപോലുള്ള പെട്ടികളിലായിരുന്നു. അത് ഈ ഇതിൻ്റെ പലകയൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പലക കുത്തിയിരിക്കുന്നതാണ്. ഇത് തന്നെ പലക ഇത് ഉപയോഗിക്കുന്നത്? ഇത് പ്ലാവാണ്. പ്ലാവ് ഉപയോഗിക്കുന്നല്ലേ? മെയിനായിട്ട് പ്ലാവ്. അതൊന്ന് തുറക്കാം. ഇത് കുറേ വർഷം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. 50 വർഷം പഴക്കമുള്ള. അത് മൊത്തമായിട്ട് പോയി കിടന്നിരുന്നതാണ്. ഞാനതൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് ഇതൊറ്റ പലകെ കുത്തിയിരിക്കുന്നതാണ്, അല്ലാതെ ഈ പീസല്ല. ഇത് റാന്തൽ വിളക്ക്. പഴയ കാലത്ത് റാന്തൽ വിളക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ ഇതും ഈ റാന്തൽ വിളക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റാന്തൽ വിളക്കാണ്. പിന്നെ അല്ലെങ്കിൽ വലിയ ചിനകളിച്ചിട്ട് മുഴുത്ത ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ മാക്സ്. തടി ഇറക്കുന്ന വാളം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തടി ഇറക്കുക എന്ന് പറഞ്ഞാൽ നേരെ കുറുകെ ഇറക്കുന്നതാണ് തടി ഇറക്കുക എന്ന് പറയുന്നത്. പക്ഷേ പഴയ കാലത്ത് മില്ലുകൾ, അതായത് നമ്മുടെ ഈ പലകൾ ഇറക്കാൻ, അതായത് ഉരുപ്പടി പലകൾ ഇറക്കാൻ മില്ലുകളില്ലായിരുന്ന ഒരു കാലത്ത്, അതും കാടും വനവും, വനത്തിൽ വലിയ 100-200 ഇഞ്ചുള്ള മരങ്ങളൊന്നും ചുവന്നുകൊണ്ടിരാൻ പറ്റില്ല, ഗ്രൈഡില്ല, അതൊന്നുമില്ല. ഈ കാലയളവിൽ അന്ന് അവിടുന്ന് തളിരിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ തളിരിച്ചിട്ട് തളിരിച്ചിട്ടാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് വീണ്ടും നാട്ടിൽ വന്നു വെച്ചാൽ അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാളാണ്. ഇത് ജർമ്മൻ നിർമ്മിതിയാണെന്നാണ് ഇതിൻ്റെ എനിക്ക് തന്ന ആൾ പറഞ്ഞത്. കാരണം വെച്ചാൽ അന്ന് ഈ നാട്ടിലും ഇതില്ലായിരുന്നു. അവിടുന്ന് അയച്ചു വരുത്തി കൊണ്ടുവന്ന് കിട്ടിയ സാധനമാണെന്നാണ് പറയുന്നത്. അത് ശരിക്കും തേഞ്ഞ് തീർന്ന ഒരു പരുവാണ്. ഇത് തേഞ്ഞ് തീരുന്ന ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് അറക്കാന്ന് പറയുന്നത് പഴയ നമ്മൾ അറിയാവുന്ന പഴയ സത്യൻ്റെ കാലത്തൊക്കെ ഉള്ള സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കിയാൽ കാണാം. 4 തടി തൂണ്, 4 തൂണ് താട്ടിയിട്ട് അത് കുറുകെ ഓരോ തടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ അറക്കാൻ ഉപയോഗിക്കുന്ന തടി എടുത്ത് വെക്കുക. ഒരാൾ മുകളിൽ കയറി നിൽക്കും അല്ലേ? അതിനുശേഷം കറക്റ്റായിട്ട് അതിൻ്റെ ലൈൻ അളവിട്ടതിന് ശേഷം ഒരാൾ മുകളിലും ഒരാൾ താഴെ ഇത് അറക്കുന്നത്. അതിനു വേണ്ടി തന്നെ ജോലിക്കാരുണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു, പ്രത്യേകം ജോലിക്കാർ, ഒരു വിഭാഗം അല്ലേ? അതായത് അതൊരു ഓരോ കുലങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ തൊഴിലിനും അങ്ങനെ ഒരു കുലങ്ങൾ എന്ന് പറയും. കാരണം പഴയ കാലത്ത് അതായത് പാട്ടുപെട്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സാങ്കേതികത ഇല്ല. ഒരു സ്പ്രിങ്ങിൻ്റെ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ആണ് പാട്ട് ഫീഡ് ചെയ്തിരിക്കുന്നത്. ആ സ്പ്രിങ് കറക്കി മുട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് പാട്ട് പാടുന്നു. ഇതിനകത്ത് വേറെ ഒരു സാങ്കേതികതയും ഇല്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഇത് ഭയങ്കര ഒരു കണ്ടുപിടുത്തം തന്നെയാണ്, ഭയങ്കര ഒരു അറിവാണ് ഗ്രാമഫോൺ എന്ന് പറയുന്നത്. പഴയ കാലത്ത് മുനിമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് കമണ്ടലു എന്ന് പറയുന്നത്. ഇത് മൊത്തം വക്കെല്ലാം പൊട്ടി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനമാണ്. അത് ഞാൻ പിന്നെ നമ്മുടെ വീട്ടിൽ വെക്കും ചിലപ്പം അതിൻ്റെ ഒന്ന് പോളിഷ് ചെയ്ത് എടുത്ത് വെച്ചെന്ന് നോക്കും. കഴഞ്ചിക്കോലെന്ന് പറയും. അതായത് പഴയ കാലത്ത് നമ്മൾ അങ്ങാടി മരുന്ന് കടയിലും ബാക്കി മീൻകാരും ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ
കടിഞ്ചിക്കോൽ എന്ന് പറയുന്നത് ഒരു ത്രാസാണ്. ഇതിൽ കണ്ടോ കുറേ വെട്ടുകൾ അതിൽ കിടപ്പുണ്ട്. അതാണ് അതിൻ്റെ തൂക്കത്തിൻ്റെ അളവ്. അപ്പോൾ ഇതിൽ ഒരു ചരടിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ വെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പടിയുടെ ബാലൻസും ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ തൂക്കം ബാലൻസ് ആവും. ഇല്ല, ഇങ്ങനെയാണിത് ബാലൻസ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ തൂക്കം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ എല്ലായിടത്തും അതിൻ്റെ വെട്ട് കിടപ്പുണ്ട്. അതിൻ്റെ ഓരോ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എത്ര കിലോ വരെ തൂക്കാൻ പറ്റും? ഇതിൻ്റെ അറിയില്ല. ഇതിൻ്റെ ഇതേ സെയിം മോഡൽ വലിപ്പമുള്ളതിനകത്ത് ഒരു 5 കിലോയ്ക്കൊക്കെ മുകളിൽ തൂക്കാൻ പറ്റും. ഇത് പഴയ കാലത്തെ നാടൻ തോക്കിൻ്റെ അകത്ത് മരുന്നും വെടിയുണ്ടയും ഇട്ട് ഇരുമ്പിൻ്റെ ഉണ്ടകളും ഇട്ട് നിറച്ചായിരുന്നു നാടൻ തോക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം ഒരു ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ തേങ്ങാ ചിരട്ടയാണ്. കുഞ്ഞ് തേങ്ങാ ചിരട്ട കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പുറമേ ലെതറാണ്, അതായത് തൊലി കൊണ്ടുള്ള നൂല് കൊണ്ടാണ് ഇത് ചുറ്റി സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം പോയതാണ്. ഇതിൻ്റെ ഓരോ ഇതും ലെതറിൻ്റെ, അതായത് തൊലിയുടെ പീസുകളാണ് ഇത്. ഈ കെട്ടിരിക്കുന്ന വള്ളികളെല്ലാം. ഇതിനകത്ത് മരുന്നാണോ നിറച്ച്? മരുന്നുമുണ്ട്, വെടിയുണ്ടയുണ്ട്. വെടിയുണ്ടയുണ്ട്. ഇത് എടുത്തതിന് ശേഷം പാത്തിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ പലർക്കിടെ ചെല്ലുമ്പോൾ അരി കോരാൻ ഉപയോഗിക്കുന്ന ആ ടൈപ്പ് സാധനം പോലുള്ളതാണ്. ഇതിൻ്റെ അകത്തോട്ടാണ് ഇതിട്ടേച്ച് തോക്ക് നിറയ്ക്കുന്നത് അല്ലേ? നിറയ്ക്കുന്നത്. ഇത് നമുക്ക് എളിയിൽ ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് നായാടിനൊക്കെ പോകുമ്പോൾ എളിയിൽ ഇങ്ങനെ കുത്തി വെക്കും. ഇങ്ങനെയാണ് നായാടിന് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അതിൻ്റെ ഈ അടപ്പ് വെച്ച് അടച്ചും വെക്കും. ഈ അപകടമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഇത് പുറത്തു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ ഇതെല്ലാം ഇത് ലെതറാണ്, അതായത് എല്ലാം തൊലിയാണ്. ഇതെല്ലാം തൊലിയുടെ പീസുകളാണ്. ഇത് ചുറ്റിരിക്കുന്ന ഈ നമ്മൾ ഓർക്കും കയറ് പോലുള്ളത്, ഇത് തൊലിയാണ്. മൃഗങ്ങളുടെ തൊലി സംസ്കരിച്ചെടുത്ത് അന്ന് ചുറ്റി ശരിയാക്കിയിരിക്കുന്നതാണ്. അതിന് തൊലിയെല്ലാം പോയതാ അല്ലേ? അതെല്ലാം പോയത്. ഇപ്പോൾ തേങ്ങാച്ചേട്ട മാത്രമല്ലേ കാണാം. ഒത്തിരി വർഷം പഴക്കമുള്ളതായിരിക്കും. ഒത്തിരി വർഷം പഴക്കമുള്ള ഒട്ടകത്തിൻ്റെ എല്ലുകൊണ്ട് ഉണ്ടാക്കിയ വാക്കി സ്റ്റിക്കാണിത്. ഒട്ടകത്തിൻ്റെ എല്ലാണല്ലേ? ഇത് ഒട്ടകത്തിൻ്റെ എല്ലാണിത്. ഒട്ടകത്തിൻ്റെ എല്ലും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗൂർക്കയുടെ അരയൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് കാണുമായിരിക്കും. അല്ലെങ്കിൽ ഗൂർക്കയുടെ, ഇപ്പം ഗൂർക്കയുടെ അരയിൽ അങ്ങനെ വലിയ ഇടത്തും കാണാറില്ല. ഇത് ഉക്രി എന്ന് പറയും. ഗൂർക്കയുടെ എളിയിൽ ഉപയോഗിക്കുന്ന കത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉറയ്ക്കകത്ത് 4 കത്തിയാണ്. ഇത് മെയിൻ കത്തി, പിന്നെ ഇത് 3 കത്തി. ഒരു കത്തി ഇവിടെ നഷ്ടപ്പെട്ടു, 2 കത്തി ഇത് ചേർന്ന്. ചെറിയ കത്തികളല്ലേ? മൊത്തം 4 കത്തിയാണ് ഈ ഒരു സെറ്റ്. ഗൂർക്കകൾ അവരുടെ സെക്യൂരിറ്റി സമയത്ത് ഉപയോഗിക്കുന്ന കത്തിയാണ്. പഴയ കാലത്ത് മുളക് പൊട്ടിച്ച്, അതായത് വത്തൽമുളകാണേലും പച്ചമുളകാണേലും ഇതിൽ ചിരട്ടത്തവി കൊണ്ട് ഉപ്പും മുളകും അതുപോലെ ഉള്ളിയും വെച്ച് ചേട്ടത്തവികൾ കൊണ്ടാണ് പൊട്ടിച്ച് അതിൽ നിന്നായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വായിൽ വെള്ളം ഊറും. ഞാൻ അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രത്യേകം പലകയാണത്. അതുകൊണ്ടാണ് അതിന് കട്ടി കൂടുതൽ. തടി കൊണ്ട് തന്നെ. അതായത് മുളക് പൊട്ടിക്കാനുള്ള പലക. ഇത് ശരിക്കും പറഞ്ഞാൽ കുഴിക്കുന്നതല്ല, തന്നെ ഈ ഉപ്പ് മുളകും ഉള്ളിയും കൂടെ വരുമ്പോൾ ഈ ഉപ്പ് കല്ലുപ്പാണ് വെക്കുന്നത്. അന്നത്തെ കാലത്ത് കല്ലുപ്പാണ് വെക്കുന്നത്. ആ കല്ലുപ്പ് ചേട്ടത്തവിയും കൊണ്ട് ഞെരുങ്ങുമ്പോൾ ഇത് ഇച്ചിരിയായിട്ട് പൊഴിഞ്ഞു പോകും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ മുളക് എടുത്ത് നക്കിക്കഴിഞ്ഞാൽ എന്തേലും മുളക് തീർന്നാലും അതിൻ്റെ അകത്ത് ആ രുചി തീരില്ല. ഇതിലേക്ക് ആ ഗ്രാസ്പ് ചെയ്ത് നിൽപ്പുണ്ട്. അത് മാത്രമല്ല, ഒരാഴ്ച ഈ മുളക് പൊട്ടിച്ചേക്ക് ഇവിടെ മൂടി വെച്ചാലും ഇത് കേടാകില്ല. അതാണ് അതിൻ്റെ അകത്ത് പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ അതായത് തൊട്ട് നക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നാലും ഇത് തീർന്നു പോകുന്നില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ഇതെന്ത് തടിയായിരിക്കും? ഇത് പ്ലാവാണ് അല്ലേ? പിച്ചള ശങ്കർ ഫുള്ള് പിച്ചളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല വെയിറ്റ് ആയിരിക്കും. നല്ല വെയിറ്റും ഉണ്ട്. അത് മാത്രമല്ല മുഴുവൻ ശില്പങ്ങൾ കുത്തിയിരിക്കുകയാണ്. നമ്മൾ പഴയ കാലത്ത് മോര് കടയാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ മോര് കടയാൻ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ കൊണ്ടുള്ള കുറ്റികളോ അല്ലെ അലുമിനിയം പാത്രങ്ങളോ അതുപോലുള്ള പാത്രങ്ങളാണ്. പക്ഷെ പഴയ കാലത്ത് തടി കൊണ്ട് കുത്തി ഉണ്ടാക്കിയാണ് മോര് കടയാനുള്ള പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇത് ഒറ്റ തടിയാൽ കൊത്തിയിരിക്കുന്നതാണ്. ഒറ്റ തടിയെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോര് കടയുന്ന പാത്രമാണ്. മോര് കടയാൻ ഉപയോഗിക്കുന്ന കടകോൽ എന്ന് പറയുന്ന സാധനമാണ്. കടകോൽ. ഈ രണ്ടും കടകോലാണ്. ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഫേമസ് ആയ കണ്ണാടിയാണ്. ചില്ലല്ല, ഇത് ലോഹം ഉരുമി ആണ് ഇത് കണ്ണാടിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ ആറന്മുളയിലാണ് ഇത് ഉണ്ടാക്കാറ്. ആറന്മുള മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന പേര് വന്നത്. ലോകപ്രശസ്തമാണ് ഇത് കണ്ണാടി. ഏതോ 1-2 കുടുംബക്കാർ മാത്രമേ ഇത് ഉണ്ടാക്കുന്നെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബസ്സിനൊക്കെ ഈ ഓണായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബസ്സിന് ജീപ്പിന് സൈഡിൽ ഓണായിരുന്നു.
KSRTCയിലൊക്കെ അല്ലേ? പിച്ചള ഓണം. ഇപ്പോൾ ഈ ഓണൊന്നും കാണാനുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പഴയ മോഡൽ കാറിലൊക്കെ നമ്മൾ ഷോയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് പഴയ കാലത്ത് ഒരു ആശാരി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം എൻ്റെ ഇല്ല, അല്ലാതെ കാണിക്കായിരുന്നു. സീറ്റ് എടുക്കുന്ന പക്ഷിയാണ്. സീറ്റ് എടുക്കും. ഇതിൻ്റെ അത് സീറ്റ് കിടപ്പുണ്ട്. പക്ഷിയോട് സീറ്റ് എടുക്കാൻ പറഞ്ഞ പക്ഷി ആ സെക്കൻഡ് പക്ഷിയുടെ ചുണ്ടൽ സീറ്റ് വരും. ആണോ? നമ്മൾ ഒന്നും ചെയ്യണ്ടേ? പറയണം. സീറ്റ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഞെക്കണം. പക്ഷേ അത് അറിയുന്നില്ല. ഒറ്റ സ്പ്രിങ്ങിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. അന്നേരം എവിടുന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്ന് ആർക്കും അറിയത്തില്ല. ഇതിനകത്താണ് സീറ്റ് ഇടുന്നത്. സീറ്റ് നിറച്ച് വെക്കും. നിറച്ച് വെക്കും. സീറ്റ് വേണമെന്ന് ആര് പറഞ്ഞാലും അന്നേരം കൊടുക്കുമ്പോൾ ചുണ്ട സീറ്റ് വേണം, നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഈ സീറ്റ് വരുന്നത് ഇതാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനകത്തുനിന്ന് ഒരു സീറ്റ് മാത്രം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ കറക്റ്റ് ചുണ്ട വരും. അത് പൊങ്ങി കഴിയുമ്പം അടുത്ത സീറ്റ് അതിൻ്റെ അകത്ത് വരും. എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞെക്കുക, വീണ്ടും ഓടും. ഹാർമോണിയം എന്ന് പറയും. ഹാർമോണിയം കാണിച്ചാൽ ഈ ഓർഗണം ബാക്കി വലിയ ഇൻസ്ട്രുമെൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ കാറ്റടിച്ച് അതിന് ഈ കട്ട ഞെക്കിയാണ് പാട്ട് പാടിക്കുന്നത്. ഇതിപ്പോഴും ഉപയോഗിക്കുന്ന വലിയ സംഗീതജ്ഞന്മാർ ഇപ്പോഴും ഉണ്ട്. ഇത് വെച്ച് തന്നെ ഇപ്പോഴും പാട്ട് പാടുന്ന മുമ്പിൽ സംഗീതജ്ഞന്മാരുണ്ട്. ഇതിപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്നു, നമ്മളിവിടെ ഉപയോഗിക്കുന്നവിടെ വെച്ചെന്ന് മാത്രം. വർഷങ്ങൾ പഴക്കമുള്ള അത് ആരെങ്കിലും പുതിയ പിള്ളേർക്ക് ഇതെന്താണെന്ന് കാണാൻ വേണ്ടി പണ്ട് ഈ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇത് ഒരൽ അല്ലേ? ഇത് ഒരൽ എന്ന് പറഞ്ഞാൽ ഒരൽ തന്നെ പല രീതിയിലുള്ളതുണ്ട്. ഈ ഇതിൻ്റെ നടുവ് ഒതുങ്ങിയ ടൈപ്പ് ഒരലുണ്ട്. അതുപോലെ തന്നെ ഇത് നേരെയുള്ള ഒരലാണ്. ഇത് രണ്ടും ഉപയോഗമല്ല, ഒന്ന് തന്നെയാണ്. പിന്നെ പഴയ കാലത്ത് നെല്ല് കുത്താനും അരി പൊടിക്കാനും ബാക്കി എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുഴികല്ലെന്ന് പറയുന്നൊരു ആണ്. അത് കുഴികല്ലെന്ന് പറയുന്നത് മണ്ണിൽ കുഴിച്ചെടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് മോളിൽ പ്രതലത്തിൽ നേരിട്ട് വെക്കുക. അതുകൊണ്ട് ഇതിന് ചുറ്റും നിന്ന് നമ്മൾ കുത്തുന്നു. അതുപോലെ നമുക്ക് എടുത്ത് മാറ്റി വെക്കുക. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴികല്ലെന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് മാറ്റാൻ പറ്റത്തില്ല, കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ പഴയ കാലത്ത് മരവി എന്ന് പറയും. കാരണം വെച്ചാൽ പശുവിനൊക്കെ വെള്ളം കൊടുക്കാനായി, പശുവിനൊക്കെ വെള്ളം കൊടുക്കുക ഇതിനൊക്കെ കുറച്ച് വലുതാണ്. ഇത് പന്നിക്കൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് ചെറിയ കൂട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലേ കൊത്തി ഉണ്ടാക്കിയതാണ് മരവി എന്ന് പറയും. അത് മരവിയുടെ പല വലിപ്പമുണ്ട്, തടി കൊണ്ടുള്ള മരവിയുണ്ട്. ഇതിപ്പം മെയിനായിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഈ വേനൽക്കാലത്ത് പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് പല സമയങ്ങളിലും ഇഷ്ടംപോലെ പക്ഷികൾ വന്ന് ഇവിടെ വെള്ളം കുടിച്ച് പോകും. അതനുസരിച്ച് നമ്മൾ വെള്ളം മാറ്റി വീണ്ടും നിറച്ച് കൊടുക്കും. ഇവിടെ ടാപ്പുണ്ട്, വെള്ളം നിറച്ച് കൊടുക്കും. ഇത് മുഖപ്പെന്ന് പറയും. അതായത് നമ്മൾ പഴയ കാലത്ത് അറയുന്നേരെ വീടുകളുടെ രണ്ട് സൈഡിൽ കോടി ചെയ്യാന്ന് പറയുന്നത് രണ്ട് സൈഡിൽ ഈ വെച്ചിരിക്കുന്ന ഡിസൈൻ ചെയ്ത് വെക്കുന്ന ഒരു ഭാഗമാണ്. അതായത് കോടി ജോയിൻ ചെയ്യുന്നിടത്ത് ഡിസൈൻ ചെയ്ത് വെക്കുന്ന പഴയ കാലത്തെ വീടുകളിലെല്ലാം ഉണ്ട്. മുഖപ്പെന്ന് പറയും. ഇത് 100 ചില്ലാനും വർഷം പഴക്കമുള്ള നമ്മുടെ വീടിൻ്റെ തന്നെ പൊളിച്ചതിൻ്റെ മുഖപ്പിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതല്ലേ പണ്ടത്തെ കാലത്തെ കലപ്പ എന്ന് പറയും. അതായത് കണ്ടം വരയ്ക്കുന്നതിന് മുമ്പ് ഉരുളാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ് കലപ്പ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.